മുഹമ്മദ് ആഷിഖിലേക്ക് കൂടെ പോവുകയാണ്. ആഷിഖ് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണുള്ളത് CPM-ന്റെ. അവിടേക്ക് എത്ര മണിക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ആഷിഖ്, അവിടെയും ഒരു ജനസാഗരം ഇരമ്പുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ വീട്ടിലേക്ക് എത്തിച്ച ശേഷം എപ്പോഴാണ്, എത്ര സമയത്തേക്കാണ് അവിടേക്ക് എത്തുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. എത്ര സമയം എടുക്കുമെന്നും അറിയില്ല. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും ആ നിലയിലാണ്. പക്ഷേ ഏറ്റവും വേഗത്തിൽ തന്നെ പുന്നപ്പറയിലെ വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഈ ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള. ആ നിലയിൽ ഉടനടി തന്നെ എത്തും എന്നാണ് കരുതുന്നത്. അതിന് പ്രകാരം CPM-ന്റെ സമുന്നതരായ നേതാക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പനേരം മുമ്പാണ് ഇവിടെ വന്നത്. കൂടാതെ LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണൻ, മുൻ കൺവീനർ EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ള CPM-ന്റെ തലമുതിർന്ന നേതാക്കളടക്കം VS അച്യുതാനന്ദനെ അവസാനമായി യാത്രയക്കുവാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു യാത്രയപ്പ് എന്ന നിലയിൽ കൂടി കാണണം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഈ പൊതുദർശനവും മറ്റു ചടങ്ങുകളും. ഇവിടെ പ്രധാനമായും പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകളായിരിക്കും അന്ത്യോപചാരം അർപ്പിക്കുവാനായി എത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്ന് പൂർണ്ണ സജ്ജരായിട്ടുണ്ട്. പാർട്ടി നേതാക്കളെ കൂടാതെ LDF-ന്റെ നേതാക്കൾ, മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ എത്തി അന്ത്യോപചാരം അർപ്പിക്കുവാനായി എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏതാണ്ട് ഇന്ന് പുലർച്ചെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം, നേതാക്കളടക്കം ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി തയ്യാറായി സജ്ജരായിരിക്കുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അങ്കണത്തിന് പുറത്തെ കാഴ്ച വ്യത്യസ്തമാണ്. സാധാരണക്കാരായ മനുഷ്യർ അവിടെ VS-നെ ഒരു ഒന്നുകൂടി കാണുവാൻ വേണ്ടി വലിയ ജനസഞ്ചയമായി തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരു നിരയായിട്ട് അങ്ങ് ഇവിടെ നിന്ന് മെയിൻ റോഡ് വരെ നീളുന്ന വലിയൊരു നിര ഉണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് എത്തിയിട്ടുള്ള സാധാരണക്കാരായ ആളുകളാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും VS അച്യുതാനന്ദനെ അവസാനമായി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദന്റെ ബന്ധം അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്താണ്. കേരളം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. പിന്നീട് പാർട്ടിയുടെ പിളർപ്പടക്കമുണ്ടാകുന്ന ഘട്ടങ്ങളിലടക്കം ആലപ്പുഴയിൽ നിന്നുള്ള വലിയ ജനപിന്തുണ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ പ്രവർത്തനത്തിൽ ഒട്ടാകെ പ്രതിഫലിച്ചിരുന്നത് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ സമരത്യാഗത്തിന്റെ ഒരു തീക്ഷ്ണതയാണ് എന്ന് തന്നെ വിലയിരുത്താം. ആ നിലയിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി സംവിധാനം അത്രയും അവരുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അവർ സംഭാവന ചെയ്ത ഏറ്റവും ധീരോദാത്തമായ നേതാവിനെ യാത്ര അയക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക യാത്രയപ്പ് എന്ന നിലയിലാണ് ജില്ലാ കമ്മിറ്റിയിൽ ഒരുക്കിയിരിക്കുന്ന പൊതുദർശനം അടക്കമുള്ള പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരുക്കങ്ങൾ തന്നെ വ്യക്തമായി കാണാം നമുക്കത്. ആ നിലയിൽ മന്ത്രിമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, LDF-ന്റെ മുതിർന്ന നേതാക്കൾ, അങ്ങനെ വലിയ വർഗ ബഹുജന സംഘടനകളുടെ പ്രതിനിധികൾ, കൂടാതെ പുരോഹിതന്മാരടക്കമുള്ളവരടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. VS-നെ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേതാക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനോടൊപ്പം ഒരു പരിധിവരെ സാധാരണക്കാരായ പ്രവർത്തകരെ കൂടി ഇതിനുള്ളിലേക്ക് കടത്തിവിട്ട് പൊതുദർശനം നടത്താനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഉടനടി തന്നെ അധിക നേരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം മുന്നോട്ട് പോകും എന്ന് കരുതാനാവില്ല. കാരണം ഉടനടി തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം എത്തിക്കാനും ജനങ്ങൾക്കായിട്ടുള്ള പൊതുദർശനം ആരംഭിക്കുവാനുമാണ് ഇപ്പോഴുള്ള ക്രമീകരണങ്ങൾ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടെ വലിയ ചുടുകാട്ടിൽ പുന്നപ്പറ വയലാർ രക്തസാക്ഷികൾ ഇറങ്ങുന്ന മണ്ണിലേക്ക് പുന്നപ്പറയുടെ സമരനായകനെ യാത്രയക്കാനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ദിവ്യ. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുന്നപ്രയിലെ വീട്ടിലെത്തിച്ച ശേഷം വളരെ പെട്ടെന്ന് തന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അവിടെ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക യാത്രയയപ്പ് കൂടെ നൽകേണ്ടതുണ്ട്. പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ആദരാഞ്ജലി അർപ്പിക്കണം. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി റിക്രിയേഷൻ ക്ലബിലേക്ക് അടക്കം മാറ്റുന്നത് പരിഗണനയിലാണ്.